ഒറ്റപ്പെടലും ഏകാന്തതയും അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ടിനെയും ഒന്നായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒറ്റപ്പെടൽ വേറെയാണ്, ഏകാന്തത വേറെയാണ്. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമ്മോടൊപ്പം ആരുമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഏകാന്തത എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലും ആളുകളുണ്ടായിട്ടും നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥയാണ് ഏകാന്തത. അപ്പം ഇത് രണ്ടിലും വെച്ച് നോക്കുമ്പം ഏതാണ് ഏറ്റവും റിസ്ക് മനസ്സിന്? രണ്ടാമത്തത് അല്ലേ, ഏകാന്തത. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെയുള്ള അവസ്ഥ അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. മനുഷ്യൻ്റെ മനസ്സാണ്. നമ്മൾ കയ്യിൽ നിന്നൊന്ന് വീണു പോയാൽ പളുങ്കുപാത്രം പോലെയാണ്. അതുകൊണ്ട് എപ്പോഴും അതിന് ഏറ്റവും മുൻതൂക്കം കൊടുത്തിട്ട് നടക്കണം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നമ്മളെ കേൾക്കാൻ, നമ്മൾക്കൊന്ന് പൊട്ടിക്കരയാൻ ഒക്കെ ഒരാളെങ്കിലും വേണം. അതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഹസ്ബൻഡാവണം, കുട്ടികളാവണം, അമ്മയാവണം, അച്ഛനാവണം, ഇന്ന ആൾക്കാർ എന്നൊന്നും, സിബ്ലിങ്സ് ആവണം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ആരായാലും ഒരാൾ നമ്മുടെ ആ മനസ്സിനെ കേൾക്കാൻ, നമ്മൾ കരച്ചിൽ വരുമ്പം കരയാൻ, പൊട്ടിക്കരയാൻ ഒക്കെ ഒരാളുണ്ടാവണം. ഇല്ലെങ്കിലാണ് നമ്മൾ ഡിപ്രഷനും ഒക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ഒറ്റപ്പെടൽ പിന്നെ നമ്മൾ ആരുമില്ലാത്ത ഒരവസ്ഥയാണത് ഒറ്റപ്പെടൽ. ഒറ്റപ്പെടൽ ചിലപ്പോൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. ചിലപ്പോൾ നമുക്ക് മനസ്സിനെ ഒരു കാമാക്കാൻ, ഒന്ന് ശാന്തമാക്കാൻ നമ്മൾ പറയില്ലേ, ഒന്ന് ഒറ്റക്ക് പോയി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. അതൊന്നൊരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നതിൻ്റെ കാര്യം. അല്ലാതെ അതിൽ വലിയ ആഴങ്ങളൊന്നുമില്ല പറയാൻ. അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഒരു ശൂന്യതയിലോട്ട്, അതായത് ഒറ്റക്ക് നമ്മൾ പോയിരുന്ന് ഒരു മനസ്സ് മുഴുവൻ ഒന്ന് ശൂന്യമാക്കി നമ്മളെ മനസ്സിനെ തന്നെ നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നതാണ് ശരിക്കും ഒറ്റപ്പെടൽ. അത് നമുക്കാവാം. അന്നേരം അങ്ങനെയും ചെയ്താൽ നമ്മളെ മനസ്സൊന്ന് എന്താവും, ഒന്ന് റിഫ്രഷ് ആവും. ഈ ആളുകളുടെ ഏകാന്തത വരുന്നത് ആളുകളുടെ എണ്ണം കുറവായെന്നുള്ളതല്ല. നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരാൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഏകാന്തത ഉണ്ടാവുന്നത്. ഈ ഏകാന്തത ഇല്ലാണ്ടാക്കാൻ നമുക്കൊറ്റ വഴിയുള്ളൂ, ആരോടെങ്കിലും എല്ലാം ഒന്ന് തുറന്ന് പറയാം. പിന്നെ നമ്മൾ പറയും വായിക്കുക, എന്താ പറയുക, ബുക്സ് വായിക്കുക, ഗാർഡനിങ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ മനസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്കെന്തായാലും ഒരിക്കലും നമുക്ക് ആ മനസ്സമാധാനം കിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെയുള്ളത്, ഒറ്റപ്പെടലൊക്കെ നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ളതാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നൊറ്റക്കൊക്കെ എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലൊരു ദിവസം ഒറ്റക്കൊക്കെ ഇരിക്കാൻ, ആരുമില്ലാതെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്നിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റേതായ ചിന്തകളിലൊക്കെ കടന്നുപോയി. എനിക്ക് ആരും അന്നേരം ഉണ്ടാവുന്നത് ഇഷ്ടമല്ല അടുത്ത്. എനിക്ക് അത് ചില ദിവസങ്ങളിൽ എനിക്കത് ഇഷ്ടമാണ്. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യലുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെടൽ നമുക്ക് ആവശ്യമാണ്. നമുക്ക് സ്വയം നമ്മളെ അറിയാം, നമ്മളെപ്പറ്റി സ്വയം കണ്ടെത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തിരുത്താനുള്ളത് തിരുത്തുക. ഇതൊക്കെ നമുക്ക് ഈ ഒറ്റപ്പെടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ ഏകാന്തത ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ചുറ്റും ആളുകളുണ്ടെങ്കിലും നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന ചിന്തയാണ് ഏകാന്തത
എന്ന് പറയുന്നത്. അതാണ് പലരും സൂയിസൈഡ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. ഒരിക്കലും പാടില്ല, ഒരിക്കലും. നിങ്ങൾക്ക് അഥവാ ഇനിയിപ്പം ഒന്നും ഷെയർ ചെയ്യാൻ ആരുമില്ലെങ്കിൽ, ആരും, അതായത് ഞാൻ പറഞ്ഞ അച്ഛനമ്മ, ഫ്രണ്ട്സ്, സിബ്ലിങ്സ്, ഒരു ഹസ്ബൻഡ്, ഒരു മക്കൾ, ആരും ഇല്ലെങ്കിലും നിങ്ങളൊരു ആരും അറിയാതെ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട് അവരുടെ മുന്നിൽ നിങ്ങളെല്ലാം പറഞ്ഞോളൂ, എല്ലാം പൊട്ടിക്കരഞ്ഞോളൂ. അവരെ പ്രൊഫഷൻ അതാണ്. അവരത് കേൾക്കും, നിങ്ങൾക്ക് സമാധാനം തരും, എല്ലാം തരും. അതുകൊണ്ട് അങ്ങനെയെങ്കിലും സ്വയം സമാധാനം കണ്ടെത്താൻ ശ്രമിക്കണം. ഒരിക്കലും ഏകാന്തതയിലേക്ക് പോകരുത്. ഒറ്റൊരാളെയായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നുണ്ടാകുക, ഒന്ന് ഞാൻ പറയുന്നത് കേട്ടെങ്കിൽ എന്ന്. ആ ഒറ്റയാൾ ഇന്നത്തെ നമ്മളെ സമൂഹത്തിൽ വളരെ റെയറായിരിക്കും. അതാ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് അവരടുത്ത് പോയിട്ടെങ്കിലും നമ്മളെല്ലാം തുറന്നു പറയാം. ഒറ്റക്കായിട്ട് ഇരിക്കുക എന്നത് പ്രശ്നമൊന്നും കാര്യമൊന്നുമല്ല. പക്ഷേ ഒറ്റപ്പെട്ട മനസ്സുമായി ജീവിക്കലാണ് ഏറ്റവും വലിയ വേദന. അതുകൊണ്ട് ഒറ്റപ്പെടാതെ എങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇരിക്കുക.